രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകൾ വീണ്ടും ചർച്ചയായിട്ടുണ്ട്. 54 വിദേശയാത്രയാണ് നടത്തിയിരിക്കുന്നത്. 22 വർഷത്തിനിടെ 60 കോടി രൂപ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദ്യം എന്ന് പറയുന്നു. ശരിയാണോ സർ? അല്ല, ഇതിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഈ 54 പ്രാവശ്യം വിദേശയാത്രയിൽ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ചെലവ് എന്ന് പറഞ്ഞാൽ 60 കോടിയാണ് അദ്ദേഹം ചിലവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 60 കോടി ചിലവാക്കാം, ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് ചിലവാകാനുള്ള കാശുണ്ടെങ്കിൽ ചിലവാക്കാം. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, വിദേശ യാത്ര പോകുമ്പോൾ ഏതെങ്കിലും വിദേശ സംഘടനകളോ വിദേശത്തുള്ള വ്യക്തികളോ സ്പോൺസർ ചെയ്തിട്ട് പോകുന്നതാണെങ്കിൽ ആ വിദേശയാത്രയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മതം മേടിക്കിരിക്കണം. കാരണം ഇയാൾ MP ആണ്. അതെ. അപ്പോൾ അതുകൊണ്ട് അവിടെ അയച്ചു കൊടുത്തിട്ട് സമ്മതം മേടിക്കും. ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന ആളുകൾ വിളിച്ചിട്ട് പോവുകയാണെന്ന് പറയും. അപ്പോൾ റോയുടെ ക്ലിയറൻസൊക്കെ ഉള്ള സംഘടനകളാണെങ്കിലേ പെർമിറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു കാര്യവും ഇദ്ദേഹം ചെയ്തിട്ടില്ല. അതായത് ഇദ്ദേഹം വിദേശയാത്ര പോയിരിക്കുന്നത് ഒന്നും തന്നെ ഏതെങ്കിലും വിദേശത്തുള്ള കക്ഷികൾ ഇൻവൈറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോയതാണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായ ഒരു രേഖയും സർക്കാരിൻ്റെ കയ്യിലില്ല. കാരണം ഇദ്ദേഹം അത് അപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ്? സ്വകാര്യ യാത്രകളാണ്, അത് പോകാം. അപ്പോൾ പക്ഷേ സ്വകാര്യ യാത്രകൾ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഈ സ്വകാര്യ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിച്ച തുക ആദായ നികുതി റിട്ടേണിൽ കാണിച്ചിരിക്കണം. ഞാൻ ഇത്ര കോടി രൂപ ചിലവാക്കി. ഇപ്പോൾ ഇയാൾ 54, അപ്പോൾ ഒരു കോടിയിലേറെ രൂപയാണ് ഒരു മാസം അല്ല ഒരു വർഷം ഇയാൾ ചിലവാക്കിയിരിക്കുന്നത്. അതെ, ഒരു ട്രിപ്പിന് ചിലവാക്കിയിരിക്കുന്നത്. അത് അറിയപ്പെടുന്ന ട്രിപ്പുകൾ മാത്രം, അറിയപ്പെടാത്ത ട്രിപ്പുകളല്ല, അറിയപ്പെടുന്ന ട്രിപ്പുകൾക്ക് വേണ്ടി ഇയാൾ ചിലവാക്കിയിരിക്കുന്നത് 1 കോടിയാണ്. ഇത് പൂർണ്ണമാകണമെന്നില്ല, ഇതിനേക്കാളൊക്കെ വലിയ തുകയായിരിക്കും ചിലവഴിച്ചിരിക്കുന്നത്. അങ്ങനെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് കാണിക്കുകയും അത് ഇൻകം ടാക്സ് വരവ് വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നീക്കുകയും വേണം. ഇതും ചെയ്തിട്ടില്ല. അപ്പോൾ സമ്പൂർണമായും നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഈ രാഹുൽ ഗാന്ധിയുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, 2 കൂട്ടരും ഒരുപോലെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയും നിയമവാഴ്ച അനുസരിക്കാതിരിക്കുകയും ചെയ്യും. അദ്ദേഹം തെക്ക് വടക്ക് യാത്ര നടത്തിയല്ല, അപ്പോൾ എല്ലാ റോഡ് നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് പോയത്. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ചെല്ലുമ്പോൾ പാർലമെൻറ്റിൻ്റെ മുഴുവൻ നടപടിക്രമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഓടിപ്പോയിട്ട് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുക. അത് സെക്യൂരിറ്റി ഉള്ള പ്രശ്നങ്ങളല്ലേ, ഡെക്കോറത്തിനെ ബാധിക്കുന്ന. പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിയെ ബ്രേക്ക് ചെയ്യുകയാണ്. കാരണം അത് പാർലമെൻറ്റിൻ്റെ ഡെക്കോറത്തെയും പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളെയും പാർലമെൻറ്റിനകത്തുള്ള നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇദ്ദേഹം എവിടെ പോകുന്നുണ്ടോ അവിടെയെല്ലാം ഈ വെല്ലുവിളി വരയ്ക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേകതയാണ് ഇസ്ലാമിസ്റ്റുകൾക്ക്. അവർക്കും റൂൾ ഓഫ് ലോയിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അതുകൊണ്ടാണ് ഈ വഴി തടഞ്ഞിട്ട് പ്രാർത്ഥന നടത്തുന്നത്. ഓരോ സന്ദർഭത്തിലും വഴിവക്കത്ത് കൊണ്ടുവന്നൊരു പള്ളി വെക്കുകയും പൊതുവഴിയിൽ അതിൽ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥന നടത്തുകയും ചെയ്യണം. അത് ചെയ്യാനുള്ള അവകാശം അവർക്കില്ല. നിയമലംഘനമാണ്. ഇവിടെ ഇപ്പോൾ മറ്റേ ബംഗാളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പള്ളികളിൽ വെക്കുന്ന വാങ്ക് വിളി അതിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കണം, അതിന് പുറത്തേക്ക് പോകരുതെന്ന്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? കേരളത്തിൽ ഇത് സംബന്ധിച്ചൊരു കേസ് വന്ന് ഹൈക്കോടതിയിൽ. അതായത് ഈ ശബ്ദ മലിനീകരണം വന്നിട്ട് കുട്ടികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നു, വലിയവർക്കും പ്രശ്നം ഉണ്ടാകുന്നു. നമ്മുടെ ചെവിയുടെ അതിൻ്റെ പേര് ഡയഫ്രം അടിച്ചു പോകുന്നൊരവസ്ഥ വരുന്നു. അതുകൊണ്ട് അത് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് വന്നു. ഞാൻ പത്രപ്രവർത്തകനായിരിക്കുന്ന സമയത്ത് വന്നതാണ്. ഹൈക്കോടതി പറഞ്ഞ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പരിസ്ഥിതി ആഘാതം വരുന്നു, ജനങ്ങളുടെ ഇത് പോകുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് അമ്പലവും ക്രിസ്ത്യൻ പള്ളികളിലെയും മൈക്ക് അതിനകത്ത് ഒതുങ്ങി നിൽക്കണം. ഇസ്ലാമിൻ്റെ വാങ്ക് വിളി ലോകം മുഴുവൻ പോകണം, അതിനൊരു കുഴപ്പവുമില്ല എന്ന് വിധിച്ചു. അങ്ങനെ വിധി എഴുതിയ ജഡ്ജിൻ്റെ പേര് ജസ്റ്റിസ് ഷംസുദ്ദീൻ എന്നാണ്.
ഇപ്പോഴും ആ വിധി പ്രാബല്യത്തിലുണ്ട് ഇവിടെ. ഞാൻ അദ്ദേഹത്തിനെ ഒന്നും ആരോപിക്കുന്നില്ല, പക്ഷെ അദ്ദേഹമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വാങ്ക് വിളിയുടെ ഭാഗമായിട്ട് വരുന്ന ശബ്ദം നമ്മുടെ കർണപുടങ്ങളെ ബാധിക്കില്ലേ? ബാധിക്കും. അങ്ങനെയാണ് വേറൊരു കാര്യം, അമ്പലങ്ങളിൽ പാട്ട് നിന്നുപോയത് അങ്ങനെയാണ്. സന്ധ്യാകീർത്തനം തിയേറ്ററുകളിൽ പാട്ട് നിന്നും. എൻ്റെയൊക്കെ നാട്ടിൽ മുൻപ് എങ്ങനെയായിരുന്നു വെച്ചാൽ, വൈകുന്നേരം ഒരു 5:30 മണിയാകുമ്പോഴേക്കും റെക്കോർഡ് വെക്കും. പുറത്ത് റെക്കോർഡും പിന്നെ അകത്ത് റെക്കോർഡും. അല്ല, അത് പുറത്ത് റെക്കോർഡ് വെക്കും. അപ്പോഴാണ് ഇങ്ങനെ ഇത് ഓരോ പാട്ട് കേട്ട് കാറ്റും, ഞാൻ കേട്ടിരുന്നൊരു പാട്ട്, കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പിറകെ പോയി ആവണത്തുമ്പിയും അവൾ പെറ്റ മക്കളും വാ വാ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് വെച്ചാൽ ആളുകൾ തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നിന്ന് പോയത് ഹൈക്കോടതിയുടെ ഈ വിധി കൊണ്ടാണ്. പക്ഷെ ഒപ്പം മുസ്ലിങ്ങൾക്ക് വാങ്കിലൂടെയും മറ്റേ അളിലൂടെയും ലോകം മുഴുവൻ എത്ര ശബ്ദം വേണമെങ്കിലും എടുത്ത് ഇത് പ്രചരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തു. ഞാൻ താമസിക്കുന്ന ചിറ്റൂർ, അവിടെ ഒരു ധ്യാന കേന്ദ്രം ഉണ്ടായിരുന്നു. ആ ധ്യാന കേന്ദ്രത്തിൽ ഇത് തന്നെയായിരുന്നു പ്രശ്നം. അവർ ആദ്യം വന്നപ്പോഴേക്ക് ഈ വലിയ സ്പീക്കറൊക്കെ വെച്ചിട്ട് ചെയ്ത് കോടതി അത് തടഞ്ഞു. ഇത് നിയമലംഘനമാണെന്ന് പറഞ്ഞ്. പക്ഷേ ഇതേ കാര്യം അതുപോലെ പാതിരാത്രി ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. പക്ഷേ മുസ്ലിങ്ങളുടെ മിക്കവാറും മതപ്രഭാഷണം നടക്കുന്നത് മുഴുവൻ എപ്പോഴാണ്? രാത്രികളിലാണ്. അവർക്കത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു നിയമം വ്യാഖ്യാനം അത് തീർത്തും യുക്തിരഹിതവുമാണ്, അശാസ്ത്രീയവുമാണ്. യുക്തിരഹിതവും അശാസ്ത്രീയവുമായ ഒരു വിധി ഇത് സംബന്ധമായി എന്ന് വെച്ചാൽ, ഈ ശബ്ദം മലിനീകരണം വന്നു കഴിഞ്ഞാൽ മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് അത് മുസ്ലിം പള്ളിയിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഹിന്ദു അമ്പലത്തിൽ നിന്നും ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നും വരണമെങ്കിൽ വലിയ കുഴപ്പമാണ് എന്ന് പറയുന്ന തരത്തിൽ വിധിച്ചതും കേരള ഹൈക്കോടതിയാണ്. ആ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞാനിപ്പോൾ സാന്ദർഭികമായിട്ട് ഇത് ഓർത്തു എന്ന് മാത്രം. അപ്പോൾ ഇവരെല്ലാവരും ചെയ്യുന്ന ഈ രാഹുൽ ഗാന്ധിക്കും ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിനും നിയമവാഴ്ചയിൽ വിശ്വാസമില്ല. നിയമവാഴ്ചയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് തനിക്ക് എന്തും ചെയ്യാം എന്നൊരു ധാരണ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെയ്യുന്നത് മുഴുവനും. കാരണം ഒരു പാർലമെൻറ്റിൻ്റെ ഡെക്കോറം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ ഒരിക്കലും പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നൊരു ബില്ല് തട്ടിപ്പറിച്ചെടുത്തിട്ട് അത് കീറി പ്രധാനമന്ത്രിയുടെ മുഖത്തെറിയുന്നത്, കാര്യം പ്രധാനമന്ത്രി അവരുടെ ജീവനക്കാരനാണ്, അവിടുത്തെ ഒരു അടിമയാണ്, സമ്മതിച്ച് മൻമോഹൻ സിംഗ്. പക്ഷെ എന്നാലും മൻമോഹൻ സിംഗ് ആണെങ്കിലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ. കാരണം നിയമവാഴ്ചയിൽ ഇദ്ദേഹത്തിന് വിശ്വാസമില്ല. അല്ല, അതുകൊണ്ട് തന്നെയാണ് സാർ ഈ 2024 തൊട്ടുള്ള 2024-25 ഇയാളുടെ വിദേശയാത്രയുടെ സമയത്ത് അത്രയും ബഡ്ജറ്റ് സെഷൻ 2024 ആ സമയത്ത് രാഹുൽ ഗാന്ധി ഇല്ല, മൺസൂൺ സെഷൻ്റെ സമയത്തില്ല, വിൻ്റർ സെഷൻ്റെ സമയത്തില്ല, 2025 ബഡ്ജറ്റ് സെഷനിലില്ല, 2025 മൺസൂൺ സെഷനിലില്ല. ഇങ്ങനെ ഈ സമയത്തെല്ലാം പല പല വിദേശ രാജ്യങ്ങൾ, ഇറ്റലി ട്രിപ്പിലായിരുന്നു, ദുബായ് ട്രിപ്പിൽ, ഖത്തർ, ലണ്ടൻ, മലേഷ്യ, ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുള്ളിക്ക് ഇതൊന്നും ഒരു ബാധകമല്ല. പുള്ളിക്ക് ഇതൊന്നും ഒരു ബാധകമല്ല. ബംഗാളിൽ പുള്ളി പോയിട്ട് വലിയ വിജയം ഉണ്ടായല്ലോ പാർട്ടിക്ക് അവിടെ. ഇനി അതിൽ കവിഞ്ഞൊരു വിജയം പാർട്ടിക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത്? കേരളത്തിൽ അവരെല്ലാവരും, എല്ലാ കോൺഗ്രസ്സുകാരും വീട്ടിലൊരു ഫോട്ടോ വെക്കണം. അത് പിണറായി വിജയൻ്റെ ഫോട്ടോയാണ്. എന്നിട്ട് അതിൻ്റെ മുന്നിൽ ചന്ദനത്തിരി കത്തിച്ചൊക്കെ വെക്കുന്നത് നന്നായിരിക്കും. കാരണം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ അനുചരന്മാർക്കും ജനങ്ങൾക്കിടയിലുണ്ടാക്കിയ അവമതിപ്പ് കൊണ്ട് മാത്രം വോട്ട് കിട്ടി ജയിച്ചതാണ്. ഇവർക്ക് നെഗറ്റീവ് വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ കാണാതിരിക്കരുത്. ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് വിദേശത്തേക്കേ പോയിട്ടില്ല. അമിത്ഷാ. കാരണം അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അദ്ദേഹം അത് ചെയ്തു. മാവോവാദികൾ ഇന്ത്യയിൽ ഇല്ലാതെയായി. വിഘടനവാദം തീർന്നു. അല്ല, മാവോയിസം എന്തായിരുന്നു? മാവോയിസ്റ്റുകൾക്ക് പണം കൊടുക്കുന്ന NGOകളുണ്ടായിരുന്നു. മാവോയിസ്റ്റുകളുമായിട്ട് ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ് നല്ല ബന്ധം ഉണ്ടാക്കിയിരുന്നു. മാവോയിസ്റ്റുകൾക്ക് നമ്മുടെ ഇസാഫ് ബാങ്ക് അടക്കമുള്ളവർ പണം കൊടുത്തിട്ടുണ്ട്. അവിടെ മാവോയിസ്റ്റുകൾക്ക് പണം കൊടുത്താൽ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. ആ മാവോയിസ്റ്റുകളിൽ നിന്ന് ഇന്ത്യയുടെ
ഗ്രാമങ്ങളെ വിമോചിപ്പിക്കുക എന്ന ചരിത്ര ദൗത്യം വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെയാണ് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിച്ച് നിർത്തുന്നതിലും വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആകെ എന്തായെന്ന് വെച്ചാൽ മറ്റേ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് നടന്ന എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്? പഹൽഗാം ആക്രമണമാണ്. പക്ഷെ അതിന് നമ്മൾ തക്ക മറുപടി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അത് കൊടുത്ത സമയത്ത് പാകിസ്ഥാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ യുദ്ധമാണ്, മറ്റേ ഇത് എന്താണ്, ഇന്ത്യ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് തെറ്റായ വിശ്വാസവും ഞങ്ങളുടെ ശരിയുമാണെന്നാണ്. ഇതേ മനോഭാവം തന്നെയാണ് രാഹുൽ ഗാന്ധിക്കും. അദ്ദേഹം ചെയ്യുന്നതൊക്കെ ശരിയാണെന്നാണ്. അതുകൊണ്ടാണ് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് നാഷണൽ ഹെറാൾഡ് സ്വത്ത് അടിച്ചു മാറ്റിയെടുത്തത്. ഇത് നിയമലംഘനമാണെന്ന് അങ്ങർക്ക് തോന്നുന്നില്ല. എന്തു ചെയ്യാൻ പറ്റും? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, വേണ്ടത്ര വിദ്യാഭ്യാസമില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിന്. അത് കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാണ്. രണ്ടുപേർക്കും ആ പ്രശ്നം. പിങ്കിമോൾക്കും ഉണ്ട്, പപ്പുമോനും ഉണ്ട്. രണ്ടുപേർക്കും പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ ഇല്ല. ആ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇനിയും നിയമലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. എന്തായാലും ശരിയാണ്, ഈ 60 കോടി എവിടെ നിന്നാണ്, ആരാണ് ചിലവാക്കിയത്, എന്തിനു വേണ്ടി ചിലവാക്കി എന്നുള്ള കാര്യം അദ്ദേഹം ഇന്ത്യയിൽ പറഞ്ഞേ പറ്റൂ. KC വേണുഗോപാൽ ആ കൃത്യം നിർവഹിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്ത്യ ലൈവ് എന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണം. നമ്മുടെ IND എന്ന ആ ലോഗോയിൽ ഒന്ന് വിരലർത്തിയാൽ നമ്മുടെ ഫീഡ് തെളിഞ്ഞു വരും. അതിൽ ഒരു നീല നിറത്തിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടണുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ടുപുറത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും കൂടെ അമർത്തിയാൽ ചാനൽ സബ്സ്ക്രിപ്ഷൻ ഉറപ്പായി. ഞങ്ങളെ സഹായിക്കേണ്ടത് അങ്ങനെയാണ്.